ഗുഡ് മോർണിംഗ്. ഇന്ന് പുതിയൊരു വർഷത്തിന് തുടക്കമാണ് 2020. അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ വർഷത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് കറണ്ട് അഫയേഴ്സിലേക്ക് പോവാം. ഇന്ന് വെനസ്ഡേ ആണ്, ജാനുവരി 1, 2020. ഇന്നത്തെ ന്യൂസ് പേപ്പറിന്റെ മെയിൻ ന്യൂസ് എന്ന് പറയുന്നത് ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ഇന്നലെ അടുത്ത 5 വർഷത്തേക്ക് 2024-25 വരെ ഉള്ള കാലഘട്ടത്തിൽ 100 lakh crores ഇൻഫ്രാ പ്രൊജക്ട്സുകളുടെ പ്ലാൻ അൺവെയിൽ ചെയ്തൊരു ന്യൂസ് ഉണ്ട്. 102 ലക്ഷം കോടി 102 lakhs crores ഇൻഫ്രാ പ്രോജക്ട്സ് എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്ട്സ്, അതായത് റോഡുകൾ, റെയിൽവേസ്, എയർപോർട്ടുകൾ, റൂറൽ ഡെവലപ്മെന്റ്, അർബൻ ഡെവലപ്മെന്റ്, ഇതെല്ലാം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ വരും. ഇതിന് വേണ്ടിയിട്ട് അടുത്ത 5 വർഷത്തേക്ക് അപ് ടു 2024-25 വരെ 102 lakhs crores 102 ലക്ഷം കോടിയുടെ ഇൻഫ്രാ പ്രോജക്ട്സുകൾ അനൗൺസ് ചെയ്തു. അത് പഠിച്ചു വെച്ചേക്കുക. അതുപോലെ എക്കണോമിക് അഫയേഴ്സ് സെക്രട്ടറി ഓഫ് ഇന്ത്യ ആരാണെന്നും ആ ന്യൂസിൽ പറയുന്നുണ്ട്. ഇന്ത്യയുടെ എക്കണോമിക് അഫയേഴ്സ് സെക്രട്ടറി അതാനു ചക്രവർത്തിയാണ്. ഇന്ത്യയുടെ എക്കണോമിക് അഫയേഴ്സ് സെക്രട്ടറി അതാനു ചക്രവർത്തി. അതുപോലെ ഇന്ത്യയുടെ എക്കോണമി $5 trillion എക്കോണമി ആകാൻ നമ്മൾ എയിം ചെയ്തിരിക്കുന്ന വർഷം ഇവിടെയും, ഞാനത് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും പറയാണ്, 2024-25 കൂടിയാണ്, 2024-25 ഫിനാൻഷ്യൽ ഇയറോട് കൂടിയാണ് ഇന്ത്യ $5 trillion എക്കോണമി ആവാൻ ഗോൾ വെച്ചിരിക്കുന്നത്. പക്ഷേ ലേറ്റസ്റ്റ് ഒരു സ്റ്റഡി പറയുന്നത് ഇന്ത്യ 2026 $5 trillion എക്കോണമി ആവുന്ന ആണ്. ഇപ്പൊ മിനിഞ്ഞാന്ന് ഇന്ത്യ വേൾഡിലെ 4ാമത്തെ എക്കോണമി ആയിട്ട് 2026 മാറുന്ന ഒരു സ്റ്റഡി വന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞ 2026 ഇന്ത്യ $5 trillion എക്കോണമി ആവുന്നത്. ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് 2025 $5 trillion എക്കോണമി ആകാനാണ്. പിന്നെ കോർ സെക്ടർ ഗ്രോത്തിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. കോർ സെക്ടർ, ഇന്ത്യയിലെ ഇൻഡസ്ട്രീസിന്റെ 8 സെക്ടേഴ്സിനെയാണ് കോർ സെക്ടേഴ്സ് എന്ന് പറയുന്നത്. സ്റ്റീല്, സിമന്റ്, ഇലക്ട്രിസിറ്റി, കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് റിഫൈനറി പ്രോഡക്ട്സ്. സ്റ്റീൽ, സിമന്റ്, ഇലക്ട്രിസിറ്റി, കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് റിഫൈനറി പ്രോഡക്ട്സ്. ഈ 8 മേഖലകളെയാണ് കോർ സെക്ടർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. സ്റ്റീൽ, സിമന്റ്, ഇലക്ട്രിസിറ്റി, കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് റിഫൈനറി പ്രോഡക്ട്സ്. ഇതാണ് കോർ സെക്ടർ ഇൻഡസ്ട്രീസ്. അത് കഴിഞ്ഞ് നമ്മൾ ബാക്ക് പേജിലേക്ക് പോകുമ്പോൾ സ്പോർട്സ്, ഏറ്റവും ലാസ്റ്റ് പേജിൽ നമുക്കൊന്നും എഴുതിയെടുക്കാനില്ല. അതിനടുത്ത പേജ് 15th പേജിലേക്ക് പോകുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ടേബിൾ ടെന്നീസ് പ്ലേയേഴ്സിന്റെ ഒക്കെ പേരുണ്ട്. ഇന്ത്യയുടെ നമ്പർ 1 ടേബിൾ ടെന്നീസ് പ്ലെയർ ജി സത്യനാണ്. ഇന്ത്യയുടെ നമ്പർ 1 ടേബിൾ ടെന്നീസ് പ്ലെയർ ജി സത്യൻ. അതുപോലെ അമൽരാജ് ഇന്ത്യയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ടേബിൾ ടെന്നീസ് പ്ലെയർ ആണ്, TT പ്ലെയർ ആണ്. ശരത് കമൽ, വർഷങ്ങളോളം ഇന്ത്യയുടെ നമ്പർ 1 പ്ലെയർ ആയിരുന്ന ആളാണ് ശരത് കമൽ. അതുപോലെ ഹർമീത് ദേശായി, ഇപ്പോഴത്തെ ഒരു വലിയ ടേബിൾ ടെന്നീസ് പ്ലെയർ ആണ്, ഒരു പുതിയ പ്ലെയർ ആണ് ഹർമീത്, HARMEET, ഹർമീത് ദേശായി. അതുപോലെ ഞാൻ വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഫീമെയിൽ ടൈറ്റിൽ കൊനേരു ഹംപി വിൻ ചെയ്തതിനെ കുറിച്ചും വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ മെയിൽ ടൈറ്റിൽ മാഗ്നസ് കാൾസൺ വിൻ ചെയ്തതിനെ കുറിച്ചും പറഞ്ഞിരുന്നു. വേൾഡില് മെയിൻ ആയിട്ട് 3 ഫോർമാറ്റുകളിലാണ് വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ക്ലാസിക്കൽ ചെസ്, 2 റാപ്പിഡ് ചെസ്, 3ാമത്തെ ബ്ലിറ്റ്സ് എന്ന് പറയും, BLITS. അതെന്താണെന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞുതരാൻ എനിക്ക് അറിയത്തില്ല. ബ്ലിറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്, ക്ലാസിക്കൽ, റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് ഫോർമാറ്റ്. ഇതില് ബ്ലിറ്റ്സ് ഫോർമാറ്റിലും ഇന്നലെ മാഗ്നസ് കാൾസൺ ലോക ചാമ്പ്യനായി, BLITS. അപ്പൊ 3 ഫോർമാറ്റിലും ഇപ്പോഴത്തെ വേൾഡ് ചാമ്പ്യൻ മാഗ്നസ് കാൾസൺ ആണ്. അതായത് ക്ലാസിക്കൽ ഫോർമാറ്റിൽ മാഗ്നസ് കാൾസൺ ആണ്, റാപ്പിഡ് ചെസ്സിൽ മാഗ്നസ് കാൾസൺ ആണ്, ബ്ലിറ്റ്സിലും മാഗ്നസ് കാൾസൺ തന്നെ. പക്ഷേ കൊനേരു ഹംപിക്ക് ബ്ലിറ്റ്സിൽ ഒന്നും നേടാൻ കഴിഞ്ഞില്ല. അപ്പം ആ ഒരു ന്യൂസും ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഇന്ത്യയുടെ കറണ്ട് അക്കൌണ്ട് ഡെഫിസിറ്റ് കുറഞ്ഞു എന്നൊരു ന്യൂസ് ഉണ്ട്. കറണ്ട് അക്കൌണ്ട് ഡെഫിസിറ്റ് അല്ലെങ്കിൽ CAD എന്താണെന്ന് അറിഞ്ഞിരിക്കണം. കറണ്ട് അക്കൌണ്ട് ഡെഫിസിറ്റ് അല്ലെങ്കിൽ CAD, ഇമ്പോർട്ടും എക്സ്പോർട്ടും തമ്മിലുള്ള വാല്യൂയുടെ ഡിഫറൻസ് ആണ് CAD അല്ലെങ്കിൽ കറണ്ട് അക്കൌണ്ട് ഡെഫിസിറ്റ് എന്നറിയപ്പെടുന്നത്. ഇമ്പോർട്ടും എക്സ്പോർട്ടും തമ്മിലുള്ള വാല്യൂയുടെ ഡിഫറൻസ്, ഇറക്കുമതിയും കയറ്റുമതിയും തമ്മിലുള്ള വാല്യൂയുടെ ഡിഫറൻസ് ആണ് CAD, കറണ്ട് അക്കൌണ്ട് ഡെഫിസിറ്റ്. അതേ പേജിൽ തന്നെ ഫിസ്ക്കൽ ഡെഫിസിറ്റിനെ കുറിച്ചൊരു ന്യൂസും ഉണ്ട്. രണ്ടും കൂടെ തിരിഞ്ഞു പോകല്ലേ, 2 ഡെഫിസിറ്റുകളാണ്. ഒന്ന് ഫിസ്ക്കൽ ഡെഫിസിറ്റ്, ഒന്ന് കറണ്ട് അക്കൌണ്ട് ഡെഫിസിറ്റ്. കറണ്ട് അക്കൌണ്ട് ഡെഫിസിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ടിന്റെ വാല്യൂവും എക്സ്പോർട്ടിന്റെ വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കറണ്ട് അക്കൌണ്ട് ഡെഫിസിറ്റ് എങ്കിൽ, ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഇൻകവും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഗവൺമെന്റിന് വേരിയസ് സോഴ്സസിൽ നിന്ന് കിട്ടുന്ന ഇൻകവും വേരിയസ് എക്സ്പെൻഡിച്ചേഴ്സും തമ്മിലുള്ള ഡിഫറൻസ്.
എക്സ്പെൻഡിച്ചർ കൂടിയും ഇൻകം കുറഞ്ഞു ഇരിക്കുമ്പോഴാണ് ഡെഫിസിറ്റ് ഉണ്ടാകുന്നത്. അതിനാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഓരോ വർഷവും ബഡ്ജറ്റിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫിസിക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് വെക്കാറുണ്ട്. ഈ വർഷത്തെ ഫിസിക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് 3.3% ഓഫ് GDP ആണ്. 3.3% ഓഫ് GDP. അതുപോലെ ജിയോ മാർട്ട് എന്നുള്ള പേരിൽ റിലയൻസ് ഇന്നലെ മുതൽ കൊമേഴ്സ് ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. അതായത് ഫ്ലിപ്കാർട്ടിനെയും ആമസോണിനെയും നേരിട്ട് ഇന്ത്യയിൽ കൊമേഴ്സ് സ്പേസിൽ അവരുടെ സാന്നിധ്യം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ റീറ്റെയിലിംഗ് കമ്പനിയായ റിലയൻസ് റീറ്റെയിലിന്റെ നേതൃത്വത്തിൽ ജിയോ മാർട്ട് എന്നുള്ള പേരുണ്ട്. ജിയോ മാർട്ട് MART ജിയോ മാർട്ട് എന്നുള്ള പേരിൽ കൊമേഴ്സ് സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയപ്പെടുന്നത് നമുക്ക് എഴുതിയെടുക്കേണ്ടത് ജിയോ മാർട്ട് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എത്ര വാല്യൂ കുറഞ്ഞ ഒരു പ്രോഡക്റ്റ് നമ്മൾ അതിൽ കയറി ഓഫർ ചെയ്താലും ഫ്രീ ആയി നമ്മളുടെ വീട്ടിൽ അത് എത്തിക്കും എന്നാണ് അവർ കൊടുക്കുന്ന ഓഫർ ഇപ്പൊ ബിഗിനിങ്ങിൽ. പിന്നെ ഉദയ് കോട്ടക്കിന്റെ ഫോട്ടോ ഉണ്ട്. ഇന്ത്യയിലെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ കൂട്ടത്തിലുള്ള ആളാണ് ഉദയ് കോട്ടക്. കോട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. പക്ഷെ ഇപ്പൊ അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൈസിസ് നേരിടുന്ന ഒരു NBFC നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനിയായ IL&FSന് ഗവൺമെന്റ് ഇപ്പോൾ ഒരു പുതിയൊരു ഡയറക്ടർ ബോർഡിന് അപ്പോയിന്റ് ചെയ്തിരുന്നു. ആ ഡയറക്ടർ ബോർഡിന്റെ ചെയർമാനും ഉദയ് കോട്ടക്കാണ്. IL&FS എന്ന് പറയുന്ന ഒരു NBFC ഉണ്ട്, നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനി. മുത്തൂറ്റ്, മണപ്പുറമൊക്കെ പോലുള്ള കമ്പനികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുതാണ് IL&FS. ഈ IL&FSന് ഇപ്പൊ കുറെ പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസിൽ നിന്ന് അവരെ കരകയറ്റുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരു ഡയറക്ടർ ബോർഡ് അപ്പോയിന്റ് ചെയ്ത IL&FSല്. ആ ഡയറക്ടർ ബോർഡിന്റെ ഹെഡും ഉദയ് കോട്ടക് ആണ്. അതുപോലെ അനിൽ അഗർവാളിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. അനിൽ അഗർവാൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മൈനിങ് കമ്പനിയായ വേദാന്തയുടെ ചെയർമാനാണ്. ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് മൈനിങ് കമ്പനിയായ വേദാന്തയുടെ ചെയർമാനാണ് അനിൽ അഗർവാൾ. അദ്ദേഹം BPCL ഗവൺമെന്റിന്റെ ഷെയർസ് വാങ്ങിയേക്കുന്നൊരു ന്യൂസ് ഉണ്ട്. അത് എഴുതണ്ട കാര്യം, അത് ഉറപ്പില്ല. BPCL ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ഇന്ത്യയുടെ ഒരു മഹാരത്ന കമ്പനിയാണ്. അതിന് സെല് ചെയ്യാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. അപ്പൊ ആ ഷെയർസ് ആരെങ്കിലും വാങ്ങും. അനിൽ അഗർവാളിന്റെ വേദാന്ത കമ്പനിക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന ന്യൂസ് മാത്രമാണ് ഉള്ളത്. അതുപോലെ തൈവാൻ, വേൾഡ് പേജിലേക്ക് പോകുമ്പോൾ തൈവാൻ എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. തൈവാൻ ചൈനയുടെ അധീനതയിൽ എന്ന് പറയാൻ പറ്റൂല, പക്ഷെ ചൈനയുടെ ഭാഗമെന്ന് ക്ലെയിം ചെയ്യുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ തൈവാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് ചൈനയുടെ ഒരു കടന്നുകയറ്റവും തൈവാൻ ഇന്നുവരെയും അനുവദിച്ചിട്ടില്ല. തൈവാന്റെ പ്രസിഡന്റിന്റെ പേര് അറിഞ്ഞിരിക്കുക, ഒരു ഫീമെയിൽ ആണ്, സായ് ഇങ് വെൻ. TSAI സായ് ഇങ് ING വെൻ WEN. അതുപോലെ ചൈനയും US തമ്മിൽ ഒരു ട്രേഡ് ഡീൽ ജാനുവരിയോട് കൂടി ഉണ്ടാകും എന്ന് ന്യൂസ് ഉണ്ട്. ചൈനയും US തമ്മിലുള്ള ട്രേഡ് ഡിസ്പ്യൂട്ട് ആയിരുന്നു വേൾഡിൽ കഴിഞ്ഞ സെക്കൻഡ് ഹാഫ് ഓഫ് 2019. അത് ഏറ്റവും കൂടുതൽ ന്യൂസ് പേപ്പറുകളിൽ ന്യൂസ് വന്നതും അതുപോലെ ഇന്ത്യയുടെ ഉൾപ്പെടെയുള്ള ഷെയർ മാർക്കറ്റുകൾ ഇടിയാനോ കാരണം ചൈനയും US തമ്മിൽ ട്രേഡ് വാർ ആയിരുന്നു. ആ ട്രേഡ് വാർ എൻഡ് ചെയ്യുന്നതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഒരു phase 1 ട്രേഡ് ഡീൽ ജാനുവരി 15 കൂടി ചൈനയും US തമ്മിൽ ഉണ്ടാകും എന്ന് പറയപ്പെടുന്നു. അതുപോലെ ഞാൻ ഈ കഴിഞ്ഞ 1-2 ദിവസങ്ങളിൽ പറഞ്ഞ കാര്യമാണ്, സൊമാലിയയില് ടെറർ അറ്റാക്ക് ഉണ്ടായി, കുറെ പേര് മരിച്ചു എന്നൊക്കെ. സൊമാലിയുടെ ക്യാപിറ്റലായ മൊഗാഡിഷുവിലാണ് ആ അറ്റാക്ക് ഉണ്ടായത്. MOGADISHU, സൊമാലിയയുടെ ക്യാപിറ്റലായ മൊഗാഡിഷുവില്. അതിന്റെ ഉത്തരവാദിത്തം അൽ ഷബാബ് എന്ന് പറയുന്ന ടെററിസ്റ്റ് ഓർഗനൈസേഷൻ, സൊമാലിയ ബേസ്ഡ് ആയിട്ടുള്ള ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ് അൽ ഷബാബ്, SHABAB, അവർ ഏറ്റെടുത്തിരിക്കുകയാണ് എന്നൊരു ന്യൂസും ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായിട്ട് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ ആദ്യത്തെ CDS ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായിട്ട് ജനറൽ ബിപിൻ റാവത്ത് അധികാരമേൽക്കുന്നതിനെ കുറിച്ച് ഒരു ന്യൂസ് ഉണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം ഇന്നലെ വരെ ആർമിയുടെ ചീഫായിരുന്നു. ആർമിയുടെ ചീഫായിരുന്ന ബിപിൻ റാവത്ത് ഇന്നലെ കൊണ്ട് അദ്ദേഹത്തിന്റെ ആർമി ചീഫ് കാലാവധി അവസാനിക്കുന്നു. അതിനുശേഷം മനോജ് മുകുന്ദ് നരവാണെയാണ് പുതിയ ആർമി ചീഫ് ആയിട്ട് അധികാരപ്പെട്ടത്. ഇനി മുതൽ ഇന്ത്യയുടെ ആർമി ചീഫ് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ മനോജ് മുകുന്ദ് നരവാണെയാണ്, NARAVANE. പക്ഷേ CDS ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായിട്ട് വീണ്ടും ജനറൽ ബിപിൻ റാവത്ത് അധികാരമേറ്റു. പിന്നെ NPRനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ കോൺട്രവേഴ്സീസ് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. ഇപ്പൊ NPR നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ ആണ്. NPR നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ. സുശീൽ മോഡിയെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. ബീഹാറിന്റെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററാണ് സുശീൽ മോഡി. ബീഹാറിന്റെ ചീഫ് മിനിസ്റ്റർ നിതീഷ് കുമാറും ബീഹാറിന്റെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ സുശീൽ മോഡിയാണ്. അതുപോലെ പ്രഹ്ലാദ് പട്ടേൽ, ഇന്ത്യയുടെ കൾച്ചർ ആൻഡ് ടൂറിസം മിനിസ്റ്ററാണ് പ്രഹ്ലാദ് പട്ടേൽ. അദ്ദേഹം നേപ്പാളിലെ ഏറ്റവും വലിയ ഒരു ടൂറിസം ഫെസ്റ്റിവൽ നടക്കാൻ നേപ്പാൾ 2020 എന്നുള്ള പേരിൽ, ഈ നേപ്പാൾ 2020 എന്നുള്ള പേരിലുള്ള ഈ ടൂറിസം ഫെസ്റ്റിവലിൽ ഇന്ത്യയും ചൈനയൊക്കെ നേപ്പാളിന്റെ ടൂറിസം ഇൻഡസ്ട്രി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇന്ത്യയും ചൈനയും നേപ്പാളുമാണ് അതിലെ മെയിൻ പ്ലേയേഴ്സ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ കൾച്ചർ ആൻഡ് ടൂറിസം മിനിസ്റ്ററാണ് പ്രഹ്ലാദ് പട്ടേൽ. അദ്ദേഹം അത് വിസിറ്റ് ചെയ്യുന്നുണ്ട്. നേപ്പാൾ 2020 എന്ന് പറയുന്ന ടൂറിസം എക്സ്പോ.
നേപ്പാളില് ഹിന്ദുയിസം ഡോമിനന്റ് ആയിട്ടുള്ള റിലീജിയൻ ആയിട്ടുള്ള കൺട്രിയാണ് പിന്നീട് നേപ്പാൾ. പക്ഷെ സെക്യുലർ കൺട്രിയാണ്, അല്ലാതെ ഹിന്ദു കൺട്രി ഒന്നും അല്ല. അപ്പം നേപ്പാളിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ ആണ് പശുപതിനാഥ് ടെമ്പിൾ. അത് കാഠ്മണ്ഡുവിലാണ്. അത് അറിഞ്ഞിരിക്കുക, ചിലപ്പോൾ ചോദിക്കുക ഏതെങ്കിലും എക്സാമിനൊക്കെ. പശുപതിനാഥ് ടെമ്പിൾ കാഠ്മണ്ഡുവിലാണ്, നേപ്പാളില്. അതുപോലെ സൺ വെയ്ദോങ്, SUN, സൺ വെയ്ദോങ്, WEIDONG, സൺ വെയ്ദോങ്, ചൈനീസ് അംബാസഡർ ടു ഇന്ത്യ. ഇന്ത്യയിൽ 5G ട്രയൽസ്, 5th ജനറേഷൻ ടെലികോം സർവീസസിന്റെ ട്രയൽസ് സ്റ്റാർട്ട് ചെയ്യാണ്. 5G ട്രയൽസിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്ന ഇന്ത്യയിലെ 5G ട്രയൽസിൽ ഒരു കമ്പനിയെ ഇൻക്ലൂഡ് ചെയ്യരുതെന്ന്. ചൈനീസ് കമ്പനിയായ ഹുവായ. ഇടയ്ക്ക് ഹുവായ് കമ്പനിയെ ചൈന കംപ്ലീറ്റ്ലി ബാൻ ചെയ്തിരുന്നു. അതുകൊണ്ട് ഇന്ത്യ അവരെ പങ്കെടുപ്പിക്കണമെന്ന് ഇന്ത്യയോട് US ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇന്ത്യ ഹുവായ് ഉൾപ്പെടെയുള്ള കമ്പനീസിന് 5G ട്രയൽസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അലോ ചെയ്തിരിക്കുകയാണ്. പിന്നെ എഡിറ്റോറിയൽ, ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ എ ഗ്രൂപ്പ് ഓഫ് തിയോക്രസീസ് എന്നാണ്. എ ഗ്രൂപ്പ് ഓഫ് തിയോക്രസീസ് എന്ന് പറയുന്ന സംഭവം ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ, OIC, 57 മുസ്ലിം മെജോറിറ്റി കൺട്രീസിന്റെ കൂട്ടായ്മയാണ്. സൗദി അറേബ്യയുടെ ജിദ്ദ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള കൂട്ടായ്മയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അവര് കാശ്മീർ റിലേറ്റഡ് ആയിട്ടുള്ള മീറ്റിംഗ് പാകിസ്ഥാന്റെ ബിഹെസ്റ്റിൽ അറേഞ്ച് ചെയ്യുന്നൊരു ന്യൂസ് ഉണ്ട്. അത് ഇന്ത്യയുടെ ഇന്റേണൽ മാറ്റേഴ്സിലേക്കുള്ള ഒരു കടന്നുകയറ്റമാണ് എന്നാണ് ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ. അത് ഗവൺമെന്റ് എല്ലാ രീതിയിലും എതിർക്കണം എന്ന് ഒരു എഡിറ്റോറിയലാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. OICയുടെ ഈ മീറ്റിംഗിന്, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ, 57 മുസ്ലിം കൺട്രീസ് ആണ് അതിന്റെ പാർട്ടിസിപ്പൻസ്, അല്ലെ മെമ്പേഴ്സ്. ആൻഡ് ഹെഡ്ക്വാർട്ടേഴ്സ് ജിദ്ദയാണ്. അതുപോലെ സെക്കൻഡ് ഇൻ ദ ഗ്രിപ്പ് ഓഫ് ടെറർ എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. ഇൻ ദ ഗ്രിപ്പ് ഓഫ് ടെറർ എന്ന് പറയുന്ന എഡിറ്റോറിയൽ സ്വാഭാവികമായിട്ടും എന്തിനെ കുറിച്ച് എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ടെറർ അറ്റാക്ക് ഇപ്പൊ നടന്ന മൊഗാഡിഷുവിലാണ്. അൽ ഷബാബ് എന്നുള്ള ടെററിസ്റ്റ് ഓർഗനൈസേഷൻ നടന്നതിൽ സൊമാലിയയുടെ ക്യാപിറ്റലായ മൊഗാഡിഷുവിൽ നടന്ന ടെറർ അറ്റാക്കിനെ കുറിച്ചാണ് സെക്കൻഡ് എഡിറ്റോറിയൽ. അതും വായിക്കുക. അതുപോലെ ഇന്ത്യയിലെ സ്വച്ഛ് ഭാരത് സർവേയിൽ ഇന്ത്യയിൽ വീണ്ടും ക്ലീനസ്റ്റ് സിറ്റിയായി ഇൻഡോർ സെലക്ട് ചെയ്യപ്പെട്ടു. 10 ലക്ഷമോ അതിൽ കൂടുതലോ പോപ്പുലേഷനുള്ള സിറ്റീസിന്റെ കൂട്ടത്തിൽ തുടർച്ചയായി 4ാം വട്ടമാണ് മധ്യപ്രദേശിലെ സിറ്റിയായി ഇൻഡോർ ഇന്ത്യയിലെ ക്ലീനസ്റ്റ് സിറ്റിയായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഇന്ത്യയിലെ ക്ലീനസ്റ്റ് സിറ്റി ഇൻഡോർ. മോർ ദാൻ 10 lakhs പോപ്പുലേഷനുള്ള, 1 lakh തൊട്ട് 10 lakh വരെ പോപ്പുലേഷനുള്ള സിറ്റികളുടെ കൂടുതൽ ജംഷഡ്പൂർ, ജാർഖണ്ഡിലെ ഒരു സിറ്റിയായ ജംഷഡ്പൂർ ആണ് ക്ലീനസ്റ്റ് സിറ്റി. അപ്പൊ അത് 1 ലക്ഷം തൊട്ട് 10 ലക്ഷം വരെ പോപ്പുലേഷനുള്ള സിറ്റികളുടെ കൂട്ടത്തിൽ. അപ്പോ അത് ഒരു ന്യൂസ് ആയിട്ടുണ്ട്, അറിഞ്ഞിരിക്കുക. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ഹിന്ദുവില് ഈ ന്യൂ ഇയറിന്റെ അന്നത്തെ, അതായത് January 1st ഹിന്ദു ന്യൂസ് പേപ്പറിലെ മെയിൻ ന്യൂസുകൾ. ഇനി നമുക്ക് പെൻഡിംഗ് ന്യൂസ് പേപ്പേഴ്സ് ചിലതുണ്ട്, അത് നമുക്ക് വളരെ ഇമ്മീഡിയറ്റ് ക്വിക്കായിട്ട് ഡിസ്കസ് ചെയ്ത് തീർക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞ തന്നെയാണ്, January 1st തൊട്ട് റുപേ കാർഡുകൾ ഉപയോഗിച്ച് നമ്മൾ പേയ്മെന്റ് പോയിന്റ് ഓഫ് സെയിൽ ടെർമിനൽസ് വഴി നടത്തിയാൽ മെഷീൻസിനെയാണ് പോയിന്റ് ഓഫ് സെയിൽ ടെർമിനൽസ് എന്ന് പറഞ്ഞ കാർഡ് സ്വൈപ്പ് ചെയ്യുന്ന മെഷീൻസിന് MDR ഇനി മുതൽ ആപ്ലിക്കബിൾ അല്ല. റുപേ കാർഡ്സിന് മാത്രം. MDR എന്ന് പറഞ്ഞാൽ മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ്. ഇന്നലെ ഞാനത് ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ അത് കഴിഞ്ഞ് മറ്റു ന്യൂസുകളിലേക്ക് പോകുമ്പോൾ മേരി കോമിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. മേരി കോം ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. പലതവണ വേൾഡ് ചാമ്പ്യനായ ഇന്ത്യയുടെ ലെജൻഡറി ആയിട്ടുള്ള ബോക്സർ ഫ്രം മണിപ്പൂർ, മാഗ്നിഫിഷൻ മേരി എന്നാണ് അവർ അറിയപ്പെടുന്നത്. അൺബ്രേക്കബിൾ എന്ന് പറഞ്ഞ ഓട്ടോബയോഗ്രഫി മേരി കോമിന്റെ ഓട്ടോബയോഗ്രഫിയാണ്. ഇന്ത്യയുടെ BFI, ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയുടെ ബോക്സിംഗിനെ കൺട്രോൾ ചെയ്യുന്നത്. BFI, ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് അജയ് സിംഗ് ആണ്. അജയ് സിംഗ്. AICF, ഓൾ ഇന്ത്യ ചെസ് ഫെഡറേഷൻ ആണ്. AICF, ഓൾ ഇന്ത്യ ചെസ് ഫെഡറേഷൻ. അതുപോലെ ജെയർ ബോൾസനാരോ ബ്രസീലിന്റെ പ്രസിഡന്റ് ആണ്. JIR, ജെയർ ബോൾസനാരോ, BOLSONARO, ജെയർ ബോൾസനാരോ ബ്രസീലിന്റെ പ്രസിഡന്റ്. അതുപോലെ ഉക്രൈനിലൊരു പ്രദേശമാണ് ക്രിമിയ, CRIMEA, ക്രിമിയ. ഉക്രൈനിലെ പ്രദേശമായ ക്രിമിയ ഇപ്പൊ റഷ്യ അനക്സേഷൻ നടത്തിയ പ്രദേശമാണ്. ഇപ്പൊ റഷ്യയോടൊപ്പമാണ് ക്രിമിയ എന്ന് പറഞ്ഞ പ്രദേശം. ഇനി അത് ഉക്രൈനിലെ പ്രദേശം എന്ന് പറയുന്നത് ശരിയല്ല, കാരണം അത് ആ ക്രിമിയ എന്ന പ്രദേശം റഷ്യക്കൊപ്പം പോയി. പിന്നീട് വേൾഡിലെ ഏറ്റവും വലിയ ഗ്യാസ് പ്രൊഡ്യൂസറും റഷ്യയാണ്. ഉക്രൈന്റെ പ്രസിഡന്റ് ഒളോഡിമിർ സെലൻസ്കിയാണ്. VOLODYMYR, ഒളോഡിമിർ സെലൻസ്കി, ZELENSKY, ഒളോഡിമിർ സെലൻസ്കി. അത് കഴിഞ്ഞ് അതിനടുത്ത പേജിലേക്ക് പോകുമ്പോ ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് ലാസ്റ്റ് ക്വാർട്ടറിൽ എത്രയാണെന്ന് ഏതെങ്കിലും എക്സാമിൽ ചോദിച്ചാൽ 4.5% ആണ്. ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് ഡ്യൂറിംഗ് ദ ലാസ്റ്റ് ക്വാർട്ടർ ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ 2019-20 ഫിനാൻഷ്യൽ ഇയറിന്റെ ലാസ്റ്റ് ക്വാർട്ടറിൽ GDP ഗ്രോത്ത് റേറ്റ് 4.5% ആണ്.
പിന്നീട് ഈയിടയ്ക്ക് ഇന്ത്യയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് സ്റ്റേബിളിൽ നിന്ന് നെഗറ്റീവിലേക്ക് റെഡ്യൂസ് ചെയ്ത ഏജൻസി ഏതാണ്? ഏത് റേറ്റിംഗ് ഏജൻസിയാണ് ഇന്ത്യൻ എക്കോണമിയുടെ റേറ്റിംഗ് സ്റ്റേബിളിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഡീഗ്രേഡ് ചെയ്തതെന്ന് ചോദിച്ചാൽ മൂഡീസ് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ്. മൂഡീസ്, MOODYS. അതുപോലെ OECDയുടെ എക്സ്പാൻഷൻ നടന്നിരിക്കുക, ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ്, OECD. ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ്, OECDയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് പാരീസ് ആണ്. ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ്, OECDയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് പാരീസ്. അതുപോലെ NSDLന്റെ എക്സ്പാൻഷൻ നടന്നിരിക്കുക. NSDL, നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ്. NSDL, നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ്. NSDL എന്ന് പറയുന്ന സംഭവം എന്താണ് നടന്നിരിക്കണം? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെപ്പോസിറ്ററി ആണ്. ഡെപ്പോസിറ്ററി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഷെയർ മാർക്കറ്റിൽ ഷെയർസ് ബൈ ചെയ്യും സെല് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെല്ലാം ഇലക്ട്രോണിക് ഫോമിലാണ് സൂക്ഷിക്കുന്നത്. ഡിമാറ്റ് അക്കൗണ്ടുകൾ മുഖേന, ഇലക്ട്രോണിക് ഫോമിൽ ആണ് ഡിമാറ്റ് അക്കൗണ്ടുകൾ മുഖേനയാണ് ഷെയർസ് ബൈ ചെയ്യും സെല് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഷെയർ മാർക്കറ്റിൽ ഷെയർസ് ബൈ ചെയ്യും സെല് ചെയ്യുകയും ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് അക്കൗണ്ടുകളാണ്. ഈ ഡിമാറ്റലൈസ്ഡ് അക്കൗണ്ടുകളിൽ ഡിമാറ്റ് അക്കൗണ്ടുകളുടെ ഹോൾഡ് ചെയ്യുന്നത് ഓരോരോ ഡെപ്പോസിറ്ററീസ് ആണ്. അങ്ങനെ ഏറ്റവും വലിയ ഇന്ത്യയിലെ ഡെപ്പോസിറ്ററിയാണ് NSDL, നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ്. അതുപോലെ DICGC, ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സബ്സിഡിയറിയാണ് DICGC, ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. നമ്മുടെ ബാങ്കുകളിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടിന് മാക്സിമം 1 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് കിട്ടാറുണ്ട്. നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്തിരുന്നാലും 1 ലക്ഷം രൂപ വരെ മാത്രമേ നമുക്ക് ഇൻഷുറൻസ് കിട്ടുള്ളൂ. ആ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന DICGC എന്ന് പറയുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപനമാണ് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. അത് പക്ഷേ ആ ഇൻഷുറൻസ് കവറേജ് 1 ലക്ഷം എന്നുള്ളത് 3 ലക്ഷം തൊട്ട് 5 ലക്ഷം വരെ ആക്കി ഉയർത്താൻ സാധ്യതയുണ്ടെന്ന് ഈ ന്യൂസിലുണ്ട്. പക്ഷെ അത് എഴുതണ്ട, കാരണം അത് തീരുമാനമായിട്ടില്ല. BFSIയുടെ എക്സ്പാൻഷൻ നടന്നിരിക്കുക, ബാങ്കിംഗ് ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് ഇൻഷുറൻസ്. BFSI, ബാങ്കിംഗ് ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് ഇൻഷുറൻസ്. അതുപോലെ FPOയുടെ എക്സ്പാൻഷൻ, ഫോളോ ഓൺ പബ്ലിക് ഓഫർ. IPO എന്ന് പറഞ്ഞ കമ്പനി അതിന്റെ ഷെയർസ് ആദ്യമായിട്ട് സെല് ചെയ്യുന്ന പ്രോസസ്സിനാണ് IPO എന്ന് പറയുന്ന ഇനിഷ്യൽ പബ്ലിക് ഓഫർ. അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഷെയർസ് സെല് ചെയ്യുന്ന പ്രോസസ്സിന് FPO എന്നറിയപ്പെടുന്ന ഫോളോ ഓൺ പബ്ലിക് ഓഫർ. ഇനിഷ്യൽ പബ്ലിക് ഓഫർ IPO, ഫസ്റ്റ് ഇഷ്യൂ ആണ് ആ കമ്പനിയുടെ ഷെയർസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന സബ്സിക്വന്റ് ഓഫീസിന് FPO, ഫോളോ ഓൺ പബ്ലിക് ഓഫർ എന്ന് പറയാം. HNI, ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ്. ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് HNI, ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ്. ചിലിയുടെ CHILE, ചിലി എന്ന് പറഞ്ഞൊരു കൺട്രി ഉണ്ട്. ചിലിയുടെ ക്യാപിറ്റൽ സാന്റിയാഗോ ആണ്. സാന്റിയാഗോ, SANTIAGO, സാന്റിയാഗോ. ചിലിയുടെ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ പിനേര. ചിലിയുടെ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ പിനേര, PINERA, സെബാസ്റ്റ്യൻ പിനേര. അൾജീരിയയുടെ പ്രസിഡന്റ്, പുതിയ പ്രസിഡന്റ് അബ്ദൽ മജീദ് ടെബോൺ ആണ്. ABDL, അബ്ദൽ മജീദ്, MADJID, അബ്ദുൽ മജീദ് ടെബോൺ, TEBBOUNE, അബ്ദുൽ മജീദ് ടെബോൺ. ഭൂപേഷ് ബാഗൽ, ഛത്തീസ്ഗഡിന്റെ ചീഫ് മിനിസ്റ്റർ. ഭൂപേഷ്, BHUPES, ഭൂപേഷ് ബാഗൽ, BAGHEL. അശോക് ഗെഹ്ലോട്ട്, രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്റർ. അപ്പം അതുപോലെ ഓം ബിർള ആണ് ഇന്ത്യയുടെ ലോക്സഭയുടെ സ്പീക്കർ. അപ്പൊ ഇന്ത്യയുടെ ലോക്സഭയുടെ സ്പീക്കർ ഓം ബിർള ആണ്. ലോക്സഭയുടെ സ്പീക്കർ ഓം ബിർള. അതുപോലെ ഇന്ത്യയിലെ ആദ്യമായിട്ട് ഇന്ത്യൻ റെയിൽവേ പ്രൈവറ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ട്രെയിനാണ് തേജസ് ട്രെയിൻ. ബാക്കി ട്രെയിൻസ് എല്ലാം ഇന്ത്യൻ റെയിൽവേ സ്വയമാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷെ തേജസ് എന്ന് പറഞ്ഞ ട്രെയിൻ മാത്രം ആണ് IRCTC ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് ഇനി മുതൽ പ്രൈവറ്റ് പാർട്ടീസിനും ട്രെയിനിനെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള അവകാശം ഗവൺമെന്റ് റെയിൽവേ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് കൊടുത്തത് തേജസ് എന്ന് പറയുന്ന ട്രെയിനിന്റേതാണ്. അത് IRCTC ആണ്, ഇന്ത്യൻ റെയിൽവേ കേറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ. ആന്ധ്രാപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ജഗൻമോഹൻ റെഡ്ഡി. ഇത്രയായപ്പോഴത്തേക്ക് 2 ദിവസത്തെ പെൻഡിംഗ് ന്യൂസ് പേപ്പേഴ്സ് നമുക്ക് തീർന്നിട്ടുണ്ട്. താങ്ക് യു.